ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ വീഡിയോ കുറച്ച് എന്താ പറയാ സാഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഉള്ളതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചിങ്ങടൂന് വാക്സിൻ എടുക്കേണ്ട ദിവസം ഉണ്ടായത്. അതായത് 45 ഡേയ്സിൽ എടുക്കുന്നത് ഫംഗ്ഷൻ ദിവസമായിരുന്നു, 45ാമത്തെ ദിവസം. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ടൈമിൽ ഇവിടെ വെനസ്ഡേ അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ സാറ്റർഡേ ആയിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല, 2 ദിവസം 3 ദിവസം വൈകിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ അവർ. ഞങ്ങൾ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾ വാക്സിൻ എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് വാക്സിൻ എടുക്കാൻ പോവുകയാണ്. പിന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കാണാം. എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യാം. നമുക്കിപ്പോ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ ഫസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ, ഫസ്റ്റ് വാക്സിൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ മെയിൻ ആയിട്ടുള്ള വാക്സിനെ തോന്നുന്നു. ഇത് ഫസ്റ്റ് വാക്സിൻ പറയുന്നത് എനിക്ക് എന്താന്ന് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പൊ അത് അറിയുന്നവര് അറിയില്ല. ഇനിയിപ്പോ ചിങ്കിളിന്റെ എന്താണ് എങ്ങനെയായിരിക്കും അറിയില്ല. 3 ആയതുകൊണ്ട് ഒന്ന് കുത്തി അടുത്തതെടുത്ത് കുത്തുമ്പോൾ ആള് നിക്കോ എങ്ങനെയാണ് എന്താന്ന് അറിയില്ല. ഒന്നാമത് ഇന്നലെ രാത്രി ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ആള് ഉറങ്ങേണ്ടതാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആള് ഉറങ്ങണില്ല. ഇനിയിപ്പോ വാക്സിൻ എടുക്കാൻ പോണെന്ന് അറിഞ്ഞിട്ടാണോ അറിയില്ല. അതായത് അത് ഞാനും അത് പറയണം വേണ്ടിയിരുന്നാണ്. വാവിച്ച് എടുക്കില്ല. ഒന്നാമത് വാവിച്ചിക്ക് എടുത്തിരുന്നതിന് അത് എന്താ പറയാ, നേരിട്ടത് കാണുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ട്. അടുത്തിരിക്കുമ്പോ അത് വേറൊരു ഫീൽ അല്ലേ, നമ്മളിപ്പോ വിട്ടു നിൽക്കുന്നത് അടുത്തിരിക്കുമ്പോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ വഴിയില്ല. അതൊരു ഇതാണ്. അല്ല, അതായത് അവര് വായിച്ചു ഉദ്ദേശിച്ച പോലെ അമ്മമാരിന് ഇരിക്കണം എന്നുള്ള ഇതാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അതെ, വായിച്ചിക്ക് എന്തായാലും പറ്റില്ല. വായിച്ചിന് കയറ്റി വിട്ടാ വായിച്ച് മൊത്തത്തില് കുളമാക്കി വിടും ഗൈസ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്നിലും ഞാൻ ഇരിക്കണം. പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മനെ ഇരുത്തേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അമ്മയ്ക്കും പറ്റില്ല, അതാ പ്രശ്നമായി. ഇവര് രണ്ടാൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാൾക്കും അത് കാണുമ്പോൾ എനിക്കില്ലാന്നല്ല കേട്ടോ, എന്നാലും നമ്മൾക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ വായിച്ചിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചിലപ്പോ സൂചി കുത്തുന്ന ടൈമിലൊക്കെ വായിച്ചപ്പോൾ കൂടുതലും ബോയ്സിനായിരിക്കും കൂടുതൽ ധൈര്യം, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പിടിച്ചിങ്ങനെ നിൽക്കാം. നമുക്ക് എന്തായാലും ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ചെയ്യേണ്ട സംഭവങ്ങളല്ല, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പൊ ഗൈസ് എന്തായാലും ഞങ്ങൾ ഇതാ ഞാൻ ഫസ്റ്റ് രാവിലെ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയ ടൈമിൽ അവര് ടോക്കൺ പെട്ടെന്ന് കഴിയുന്നപ്പോ എന്തായാലും വേഗം കൂട്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേഗം വന്നിട്ട് ചെക്കപ്പും അല്ല, എന്നാലും ഇനിയിപ്പോ അടുത്തത് ഇനി വാവച്ചിക്കും കുട്ടിക്കും കൂടി ഒന്നുകൂടെ കുട്ടിക്ക് ഇയർ ചെക്കപ്പ് ഉണ്ട്, വാവച്ചിക്ക് ഫുൾ ആയിട്ടുള്ള തൈറോയിഡിനും കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ഉണ്ട്. അതെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് വാക്സിൻ അടിക്കാൻ വേണ്ടി പോവാം. അമ്മ ചിങ്കുടിനെ എടുത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നേരെ വണ്ടി കയറുക പോവാലോ. അത് ശരിയാണ് ഗൈസ്. എവിടെ ഇതാ ഗൈസ് ചിങ്ങടു. ഞങ്ങള് പുരുകം ഞാനും ഭാവിച്ചു എഴുതിയത് 2 സൈസിലിരിക്കുന്നു. ചിങ്ങടുമാ ഇവിടെ നോക്ക്. ചിരിക്കുന്നുണ്ട്. അതാ ചിങ്ങടു എന്തിനാണ് ഇവിടെ കണ്ട രാവിലെ മാന്തി പൊട്ടിച്ചു. എന്നൊക്കെ എത്ര വെട്ടി കൊടുത്താലും അവളെ എങ്ങനെയൊക്കെ മാന്തി പൊട്ടിക്കാം ഗൈസ്. ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇവിടെ വാവിച്ചിനെ കണ്ട പാലിന് വേണ്ടി കരയും. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് കരച്ചിലുണ്ടായിരുന്നു ചെറുതായിട്ട്, പിന്നെ കുഴപ്പമില്ല. പൊയ്ക്കോ. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഗൈസ്. കാരണം വെയിൽ കൊള്ളുന്ന ടൈമിൽ മൂപ്പര് കണ്ണടയ്ക്കാണ്. അല്ലേ ചിങ്ങടോ കുഞ്ഞി ചിങ്ങടോ. എന്താവെന്ന് അറിയില്ല കേട്ടോ, ഉള്ളിൽ പോയാലേ അറിയുള്ളൂ. എന്താ തിരക്കുള്ളതുകൊണ്ട് അറിയില്ല, നോക്കെന്തായാലും. ഗൈസ് ചിങ്ങട് പോളിയൊക്കെ എടുത്തു കഴിഞ്ഞു, അല്ല മറ്റേ വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞാലും കുത്തിയ സമയത്ത് നല്ല കരച്ചിലായിരുന്നു. ഇപ്പൊ ഒന്ന് ഒതുങ്ങി. എന്നാലും ആലോചിച്ചിങ്ങനെ ഉണ്ടാ ആലോചിച്ചൊരു ചെറിയൊരു സങ്കടമുണ്ട്. അങ്ങനെ പകുതി ഉറക്കത്തിലുമാണ്.
അടുത്ത മാസം 31-ാം തീയതി വരാൻ പറഞ്ഞാ അത് ഒന്നുള്ളൂ. ഇത് 3 എണ്ണമല്ലേ അടുത്ത മാസം ഇതുപോലെ ഉണ്ട്. അല്ല ഇതിപ്പോ മൂന്ന് അവിടെ അല്ലേ? അതും പിന്നെ തുള്ളിമരുന്ന് എന്തോ വായിലും കൊടുത്തില്ലേ? പാവ സിംഗടു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ ഒന്ന് കിടക്കണ്. അതെ, സഹിക്കാൻ വരുന്നോണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ പകുതി ഉറക്കത്തിലായതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അതായത് ഞങ്ങൾ പ്രഗ്നൻസി ടൈമിൽ വാവച്ചിക്ക് വാക്സിൻ എടുക്കാൻ വന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ നേഴ്സ്. അപ്പോൾ ആൾ തന്നെയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അവേ. അപ്പോൾ ഗൈസ് ഇതാ അമ്മയുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഗൈസ് വാവച്ചി കരഞ്ഞിട്ടിരിക്കുന്നതാ. ഇല്ല കേട്ടാ, വാക്സിനൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടല്ലോ അവേ. വീട്ടിലെത്തി. ഇതാണ് ചിങ്കിടു എന്നല്ല, ഇതാ ചിങ്കിടു ഉണ്ടാണ്ട് കിടക്കാണ്. വരുമ്പോൾ ഉറക്കത്തിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് വീടെത്തിയതും പാരസെറ്റമോളിൻ്റെ സിറപ്പില്ലോ അവൻ വാച്ചിക്ക് അറിയില്ല. വാച്ച് വെറുതെ പറഞ്ഞല്ലേ. ഞാൻ ഇപ്പോൾ സിസ്റ്ററിനെ വിളിച്ചു. പാരസെറ്റമോളിൻ്റെ സിറപ്പ് പനിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ വേദനയൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സിറപ്പ് കൊടുത്തിട്ട് ആളിപ്പ് കിടക്കാണ്. ഇനിയിപ്പോൾ ആളെ കിടത്തി ഇനിയിപ്പോൾ 6 മണിക്കൂർ പിന്നെയും സിറപ്പ് കൊടുക്കണം. കാരണം പനി വന്നില്ലെങ്കിലും വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാവച്ചില്ലേ, വാവച്ചി അവിടെ പോയിട്ട് ചിങ്കിടുവിന് കുത്തുന്നത് നോക്കാതിരുന്നിരിക്കുക. കാരണം നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നോക്കാതിരുന്നില്ല. പിടിച്ചു നിന്നാണ്. അതൊന്നാമത് ഞങ്ങൾ ഇതുപോലെ കോപ്പറേറ്റീവിലാണെങ്കിലും പോകുന്ന ടൈമിൽ അവർ പറയാറുണ്ടല്ലോ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട് അമ്മേനെ കുട്ടീനെ എടുത്തിട്ട് വരണം പറയും. അപ്പൊ പറ്റില്ല, കുട്ടീൻ്റെ അമ്മേനെ വരണം. ലാസ്റ്റ് വായിച്ചാണെങ്കിൽ മൊത്തത്തിലങ്ങനെ മുഖമൊക്കെ ഷേപ്പൊക്കെ മാറി എങ്ങനെയോ പോയി എടുത്തു. ഇതപ്പോൾ വീടെത്തി ആൾക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അറിയില്ലല്ലോ, ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാലേ അറിയുള്ളൂ എന്താണ് എങ്ങനെയാണെന്നുള്ളതിലും അവൻ. ഞാൻ ഒന്നുകൂടെ കാണിച്ചില്ല ടൈസ് അവിടെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചിങ്കിടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ചിങ്കിടുവിൻ്റെ വാക്സിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാസം ജനുവരി ലാസ്റ്റിൽ എന്താണ് ഇനി അടുത്ത വാക്സിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വാക്സിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉള്ളിൽ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുത്ത് വെച്ചു. ഒന്നാമത് വീഡിയോ കാര്യങ്ങളൊന്നും അലോഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ക്രൗഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയിൽ മാത്രം വായിച്ച് ഇങ്ങനെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. വായിച്ച് ഇപ്പോഴും അതിൻ്റെ ഒരു ഇതൊന്നും അങ്ങനെ വിട്ടിട്ടില്ല. അങ്ങനെ ആലോചിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പം ചെറുതായിട്ടൊന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയില്ല. ആ സമയത്ത് അതിന് കുത്തി കഴിഞ്ഞതും ആള് പിന്നെ സ്റ്റോപ്പായി. പിന്നെ ഇവിടെ എത്തുന്നവർ കരഞ്ഞിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ പാലിനാണോ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചിങ്ങനൊന്നും കാര്യങ്ങളല്ലേ. അപ്പോൾ ഗൈസ് എന്തായാലും വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.